ഈ മതപരിവർത്തന നിരോധന നിയമം അത് പല സംസ്ഥാനങ്ങളിലും വരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന ഏതൊരു മതവും പ്രാക്ടീസ് ചെയ്യാനും ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഉള്ള മൗലികാവകാശത്തിന് ഇത് വിരുദ്ധമാകുന്നുണ്ടോ? അതിൽ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംബേദ്കർ നഗർ ജില്ലയിലെ പ്രത്യേക കോടതിയാണ് ഈ ശിക്ഷ വിധിക്കുന്നത്. ജോസ് പാപ്പച്ചൻ, ഷീജ, ജോസ് പാപ്പച്ചൻ്റെ ഭാര്യയായ ഷീജ, ഈ ദമ്പതികൾക്കാണ് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിക്കുന്ന സ്പെഷ്യൽ കോടതി സ്ഥിതി ചെയ്യുന്നത് അംബേദ്കർ നഗർ ജില്ലയിലാണ്. നമ്മൾ പ്രത്യേകം ഓർക്കണം. ഡോക്ടർ BR അംബേദ്കറാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കാനുണ്ടായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ഭരണഘടനയിലാണ് എനിക്ക് ഏത് വിശ്വാസവും ഏത് മതത്തിലും വിശ്വസിക്കാനും ആ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന ഭരണഘടനയിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ജില്ലയിലാണ് ആദ്യമായിട്ട് ഈ നിയമപ്രകാരമുള്ള ശിക്ഷ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം അവിടെയുണ്ട്. നമ്മളിത് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നേരത്തെ തന്നെ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തതാണ്. ഇവർ ജാമ്യത്തിന് അപേക്ഷിച്ചു. വിചാരണ കോടതി, ട്രയൽ കോർട്ട് ഇവർക്ക് ജാമ്യം കൊടുത്തില്ല. നേരെ ഒരു ഹൈക്കോടതിയിൽ പോയി. അലഹബാദ് ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ പരാതിക്കാരൻ BJPയുടെ ജില്ലാ ഭാരവാഹിയാണ്, അയാൾക്ക് ഇതിനകത്ത് എന്താണ് സ്റ്റേക്ക്, ഇതിൽ മാസ് കൺവേർഷൻ നടന്നിട്ടുണ്ടോ, ഞങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങളെ പ്രലോഭനം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിർബന്ധിച്ച് ഞങ്ങളെ കൺവേർട്ട് ചെയ്തു എന്ന് ആരെങ്കിലും സ്വമേധയാ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേസ് നിലനിൽക്കും എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജയ്ക്കും അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത്. അങ്ങനെ ഒരു കേസിലാണ് അത് പരാതിക്കാരൻ BJPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്, ജില്ലാ പ്രസിഡൻറ്റോ ജില്ലാ ഭാരവാഹിയോ അങ്ങനെ ഒരാളാണ്. അയാൾ കൊടുത്ത പരാതിയിലാണ് ഈ ജില്ലയിലെ പ്രത്യേക കോടതി ഈ ശിക്ഷ വിധിക്കുന്നത്. ഇതിലൊരു ഈ നിയമം ഈ നിയമം കൊണ്ടുവരുന്നത് മതപരിവർത്തനം തടയാനുള്ള നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കുറേ കാലം മുമ്പേ തുടങ്ങിയതാണ്. രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അതിന് ശേഷവും നടന്നിട്ടുണ്ട്. 1954 ആദ്യമായിട്ട് ഈ മതപരിവർത്തനം തടയുന്നുള്ളൊരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമം രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ അത് ഇങ്ങനൊരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ ആരും പിന്തുണച്ചില്ല. അതുകൊണ്ട് പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ ബില്ല് പാസ്സായില്ല. പിന്നെ 1969 വേറൊരു ബില്ല് കൊണ്ടുവന്നു, അതും പാസ്സായില്ല. രണ്ടാമത്തെ ബില്ല് വളരെ കൗതുകരമാണ്. അതായത് പിന്നാക്ക വിഭാഗങ്ങളുടെ മത സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ബില്ലിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് 1978 79 എപ്പോഴോ ഒരു ബില്ലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ വർഷങ്ങൾ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ 3 ബില്ല് എന്തായാലും പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ബില്ല് പാസ്സായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ലോ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് മുഴുവൻ ബാധകമാകുന്ന വിധത്തിൽ ഈ മതപരിവർത്തനം നിയന്ത്രിക്കാനോ തടയാനോ പാകത്തിലൊരു നിയമം കൊണ്ടുവരിക പ്രായോഗികമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ ക്രമസമാധാന പാലനം സംസ്ഥാനങ്ങളുടെ വിഷയമായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അതിനകത്ത് നിയമം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു ശുപാർശ ലോ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് രാജ്യവ്യാപകമായിട്ടൊരു നിയമം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറേ എണ്ണം നിയമം കൊണ്ടുവരും. തുടങ്ങുന്നത് BJP ഭരിക്കുന്ന കാലത്തല്ല കേട്ടോ. തുടങ്ങുന്നത് 1978 മറ്റോ ആണ്. ഒഡീഷയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും കൊണ്ടുവരുന്നത്. ചില സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം പിൻവലിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഒരു ഉദാഹരണമാണ്. തമിഴ്നാട് 2002 മറ്റോ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ക്രിസ്ത്യൻ എതിർക്കുന്ന കക്ഷിയും കൂടെ നമ്മൾ പ്രത്യേകം പരാമർശിക്കണം. അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വലിയ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് തമിഴ്നാട് ആ നിയമം റിപ്പീൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ പല മുൻകാല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ 2014 ശേഷം ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജ പ്രചാരണം വലിയ തോതിലുണ്ടാവുകയും 2014 ഉണ്ടായത്, അതിന് മുമ്പേ തന്നെ ഉണ്ടായതാണ്. ആ
ലവ് ജിഹാദ് ഇല്ലാത്തൊരു സംഗതിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി. അതിനെ തടയാൻ എന്നുള്ള പേരിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതിൽ ഉത്തർപ്രദേശ് കൊണ്ടുവന്നു, കർണാടക കൊണ്ടുവന്നു, പിന്നെ ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നു, രാജസ്ഥാൻ കൊണ്ടുവന്നു. രാജസ്ഥാൻ കൊണ്ടുവരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മധ്യപ്രദേശ് കൊണ്ടുവരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളും, ഛത്തീസ്ഗഡ് കൊണ്ടുവരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ലവ് ജിഹാദ് എന്ന് പറയുന്ന എന്തോ ഒരു വലിയ സംഭവമുണ്ട്, അതിനെ തടയണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരായത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശരിക്കും ഉത്തർപ്രദേശ് ഒരു തവണ ഓർഡിനൻസ് ഇറക്കി, പിന്നെ ആ ഓർഡിനൻസ് റിപ്പീൽ ചെയ്യാൻ പകരം വയ്ക്കാൻ പാകുന്ന നിയമം കൊണ്ടുവന്ന് 2020 അതൊന്നുകൂടെ ഭേദഗതി ചെയ്തു. 2020 ഉത്തർപ്രദേശ് ചെയ്തത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, അതായത് ഇപ്പോൾ പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുക, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് മതപരിവർത്തനം നടത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫോഴ്സ് ചെലുത്തുക, ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ കൺവേർഷൻ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ അത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് ആദ്യത്തെ നിയമത്തിലുണ്ടായിരുന്നത്. 2024 ഒന്നുകൂടെ ഭേദഗതി ചെയ്തിട്ട് ഇത് ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റമാക്കി മാറ്റി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭരണഘടന നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസം പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് നിർബന്ധിതമായി ആരെങ്കിലും മതപരിവർത്തനം ചെയ്യാനുള്ള ഒരു ലൈസൻസായിട്ട് ഭരണഘടന കണ്ടിട്ടില്ല. അത് മുൻകാലത്തുമില്ല. ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇവർ പറയുന്നത് ഇതെന്തോ പുതിയ സംഭവമാണ് എന്നുള്ള മട്ടിലാണ് കൊണ്ടുവരുന്നത്. അതിനൊരു ലാക്കുണ്ട്. അതായത് അവരുദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് അത് നിവർത്തിച്ചെടുക്കാൻ പാകത്തിലുള്ളൊരു നിയമം കൊണ്ടുവരിക എന്നുള്ളൊരു പർപ്പസുണ്ട്. ആ പർപ്പസാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ശിക്ഷാവിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഭരണഘടനയും ഈ നിൽക്കുന്ന ഈ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പല 10-12 സംസ്ഥാനങ്ങളിലുണ്ട് ഇപ്പോൾ ഈ നിയമം. ചിലത് മുൻകാലത്തുള്ളതാണ്, ചിലത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജം പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനെതിരെ ഞങ്ങളിത് വലിയ സംഭവം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് BJP സർക്കാരുകൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ ഭരണഘടനാ സാധുവാണോ എന്നുള്ള ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഭരണഘടനയായിട്ട് ഡയറക്റ്റായിട്ട് ഏറ്റുമുട്ടുന്ന നിയമങ്ങളാണിതൊക്കെ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും.